ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കത്തിൻ്റെ ഒരു സാലഡാണ്. ഇത് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, പക്ഷേ അതിന് എഗ്ഗ് ബോയിൽഡ് ആയിട്ടുള്ളൊരു ഐറ്റമായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികം സാലഡുകളാണ് പ്രിഫർ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ ക്യാപ്സിക്കം കട്ട് ചെയ്യുന്ന സമയത്ത് 4 ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായി നമുക്ക് കിട്ടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തത്. നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാതെ നമ്മൾ ക്യാപ്സിക്കം വാങ്ങുന്ന സമയത്ത് എപ്പോഴും കൺഫ്യൂഷൻ എടുക്കാൻ പച്ച വേണോ മഞ്ഞ വേണോ ചുവപ്പ് വേണോ, അപ്പോൾ എപ്പോഴും ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളതും ഹൈ ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ളതും ഒക്കെ തന്നെ ചുവപ്പും മഞ്ഞയും തന്നെയാണ് പച്ചനക്കാറി ഹൈ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ബെനിഫിറ്റുള്ള സാധനം എന്ന് പറയുന്നത് ഇത് 2 കളറുമാണ്. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി അറിയാം. ഒരു പിടിയും അര എൻ്റെ ഹാൻഡിന് ഒരു പിടിയും അര പിടിയാണ് ഞാൻ ചുവന്നുള്ളിൻ്റെ അളവെടുത്തിട്ടുള്ളത്. നമുക്ക് ചുവന്നുള്ളി അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാൻ മതി, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടാവുന്നതാണ്. ചുവന്നുള്ളിക്ക് നല്ല ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ളൊരു ബെനഫിറ്റ്, നമ്മുടെ ബോഡി തണുപ്പായിട്ട് കീപ്പ് ചെയ്യുക, വൈറ്റമിൻ സി അങ്ങനെ കുറച്ച് ബെനിഫിറ്റൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്. ഒരു പാനിൽ 2 ക്യൂബ് ബട്ടർ ചൂടാക്കിയിട്ട് അതിനകത്തൊക്കെ നമ്മൾ മുറിച്ച് വെച്ച് ചുവന്നുള്ളി എടുത്ത് കുറച്ച് സോട്ട് ചെയ്തത് അത് 1.5 മിനിറ്റൊക്കെ മതി സോട്ട് ചെയ്തത്. അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നു. കുറച്ചായിട്ട് നമ്മൾ ഇട്ടെടുക്കുക. അപ്പോൾ ഒരു 2.5 മിനിറ്റ് നമ്മളത് സോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മസാല, ചിക്കൻ മസാല കുറച്ച് 1/2 ടീസ്പൂൺ, ഒരു 1/4 മഞ്ഞൾ, 1/4 പെപ്പർ, സാൾട്ട് ആവശ്യമുള്ളവർക്ക് സാൾട്ട് ഇടാം. ഞാനിവിടെ കുറച്ച് സോയാ സോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോയാ സോസ് എനിക്ക് കുറച്ചുകൂടി ഫേവറായിട്ട് തോന്നിയത്. നമുക്കത് മാറ്റി വെക്കാം. ഇതിനിടയിൽ ഞാൻ കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ടേസ്റ്റ്. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിങ്ങനെ ഒരു വെളുപ്പുള്ള പോലെ ചുഴി പോലെ ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഇടുക. അപ്പോൾ അത് ഓൾറെഡി ആ ചുഴിയിൽ പെട്ട് അത് ജസ്റ്റ് ഒന്ന് കറങ്ങും, അപ്പോൾ അടി പിടിക്കില്ല. കുറച്ച് അത് ജസ്റ്റ് ഒന്ന് അത് സ്റ്റക്കായതിന് ശേഷം നമുക്ക് പിന്നെ അതൊന്ന് വെളുപ്പുള്ളാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്താണ് അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു 2 മിനിറ്റ് വേണ്ട, 1.5 മിനിറ്റ് വെച്ചതിന് ശേഷം തന്നെ അതങ്ങനെ വേഗം കുക്കായി കിട്ടും ആ ഒരു പാകത്തിന്. അപ്പോൾ നമുക്കത് അത് വേഗം എടുത്തിട്ട് പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ മുറിക്കുന്ന ഒരു പ്രതീതിയിൽ ഞാനിതാണ്ട് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരുന്ന അതിനൊരു ലാവ പോലെ അതിങ്ങനെ ഒഴുകി വരുന്നത്, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊരു സക്സസ് ആവുന്ന സമയത്തുള്ള സന്തോഷം അതിങ്ങനെ കാണുന്ന സമയത്തുണ്ടാവും. അപ്പോൾ സാലഡ് നല്ല രുചിയുള്ള സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്താണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഫ്ലേവർ. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.